മേളപ്പെരുക്കത്തിന്റെ ആവേശവും കുടമാറ്റത്തിന്റെ വിസ്മയവും കണ്ട ശേഷം പൂരപ്രേമികൾ കാത്തിരിക്കുകയായിരുന്നു രാത്രി പൂരത്തിനായി. രാത്രി 11 മണിയോടെ മടത്തിൽ വരവ് ആരംഭിച്ചപ്പോൾ മുതൽ നിയന്ത്രണങ്ങൾ കടുത്തു. 11 മണിക്ക് ശേഷം പൂരനഗരിയിലേക്കുള്ള പ്രധാന റോഡുകളെല്ലാം പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞതോടെയാണ് പൂരപ്രേമികൾ കടുത്ത പ്രതിഷേധമുയർത്തിയത്. പ്രതിഷേധം ആദ്യം ഉയർത്തിയത് തിരുവമ്പാടി വിഭാഗം. പൂരപ്രേമികൾക്ക് വേണ്ടിയല്ലാതെ പിന്നെ ആർക്കു വേണ്ടിയാണ് ഇവിടെ പൂരം നടത്തുന്നതെന്നായിരുന്നു ചോദ്യം. രാത്രിയിലെ മടത്തിൽ വരവ് പഞ്ചവാദ്യം നിർത്തിവെക്കുകയും ചെയ്തു. തിരുവമ്പാടി വിഭാഗം ഉയർത്തിയ പ്രതിഷേധം പൂരനഗരിയാകെ ഏറ്റെടുത്തു. ബാരിക്കേഡിനപ്പുറത്തും ഇപ്പുറത്തും പൂരപ്രേമികൾ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങി. ഇതിനിടെ പോലീസ് ലാത്തി വീശിയെന്ന പരാതിയായി പൂരപ്രേമികളും സംഘാടകരും രംഗത്തെത്തി. വെടിക്കെട്ട് നടത്തുന്നില്ലെന്ന നിലപാടിലേക്ക് എത്തി ഇരു ദേവസ്വങ്ങളും. ഇതോടെ 3 മണിക്ക് വെടിക്കെട്ട് ആരംഭിക്കേണ്ട സമയത്ത് ഇരു ദേവസ്വങ്ങളുമായി ചർച്ച. കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ചർച്ചയിൽ പങ്കെടുത്തു. പിന്നാലെ തൃശ്ശൂരിലെ LDF NDA സ്ഥാനാർത്ഥികൾ തിരുവമ്പാടി ദേവസ്വം ആസ്ഥാനത്തേക്ക് എത്തി. അതുകൊണ്ടുമായില്ല, ചർച്ചകൾ വീണ്ടും ഏതാനും മണിക്കൂറുകൾ കൂടി നീണ്ടു. ഒടുവിൽ മന്ത്രി ഉൾപ്പെടെ ഇടപെട്ട ചർച്ചകൾ. ഏറ്റവും ഒടുവിൽ ആദ്യം പാറമേൽക്കാവും പിന്നീട് തിരുവമ്പാടിയും വെടിക്കെട്ട് നടത്താൻ സന്നദ്ധത അറിയിക്കുകയായിരുന്നു. നിരവധി പേരുടെ കാത്തിരിപ്പുകൾക്കൊടുവിൽ 7:10 ആദ്യം പാറമേക്കാവ് വിഭാഗവും പിന്നീട് തിരുവമ്പാടി വിഭാഗവും വെടിക്കെട്ടിന് തിരികൊളുത്തി. മാനത്ത് പൊട്ടിവിടരേണ്ടതെന്തോ പൂരപ്രേമികളുടെ മനസ്സിൽ പൊട്ടിച്ചിതറി. കാലാതീതമായ പൂരചരിത്രത്തിൽ ഇക്കൊല്ലവും രേഖപ്പെടുത്തും. അത് നിരാശയുടെ അധ്യായമാകുമെന്ന് മാത്രം. പൂരനഗരിയിൽ നിന്ന് ടീം മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.